ഇന്നത്തെ ഈ കാലത്ത് മനുഷ്യരാണ് ഏറ്റവും പവർഫുൾ. പക്ഷേ ഹിസ്റ്ററിയിൽ കുറേ വർഷങ്ങൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഹൊറിഫിക് ആയിട്ടുള്ള കുറേ അധികം ജീവികളുണ്ട്, കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ക്രിയേച്ചേഴ്സ് ഇന്ന് നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റൂലായിരുന്നു. സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 7, സ്മൈലോഡോൺ. ഈ ഒരു ക്രിയേച്ചറിനെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ടൈഗർ പോലെ തോന്നും. പക്ഷേ ഇന്നത്തെ ടൈഗറിനെ കാട്ടി വളരെ വലുത് മാത്രമല്ല, വളരെയധികം ഡേഞ്ചറസ് കൂടിയായിരുന്നു. സ്മൈലോഡോൺ എന്ന പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ ഈ 2 പല്ലുകളാണ്. എത്ര വലുതാന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ഒരു വിരൽ ഏകദേശം 3 to 4 ഇഞ്ചസ് ഉണ്ട്. പക്ഷേ സ്മൈലോഡോണിൻ്റെ ഈ ഒരു പല്ലില് 7 ഇഞ്ച് വരെ ഉണ്ട്. ഈ പല്ലുകൾ കാരണം ഇതിൻ്റെ വേറൊരു പേരെന്നത് സേബർ ടൂത്ത് ടൈഗർ എന്നാണ്. ഡൈനോസറുകളുടെ മരണത്തിന് ശേഷമാണ് ഈ ക്രിയേച്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഏകദേശം 10,000 years മുമ്പേ ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രെഡേറ്റർ ആയിട്ടുള്ള ഒരു സിംഹത്തിനെയും ഈ ഒരു സ്മൈലോഡോണെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എ റിയൽ ഫൈറ്റ് സ്മൈലോഡോൺ ഈ സിംഹത്തിനെ കടിച്ച് കീറിത്തുന്നു. നമ്പർ 6, ജൈജാൻഡോപാത്തിക്കസ്. നിങ്ങൾ ഒബ്വിയസ്ലി കിങ് കോങ് എന്ന ഈ സിനിമയിൽ ഈ ഒരു വലിയ ക്രിയേച്ചറിനെ കണ്ടിട്ടുണ്ടാവും. ഈ ക്രിയേച്ചർ വളരെ വലുതൊക്കെയാണ്, പക്ഷെ റിയൽ ലൈഫിൽ വേറൊരു ടൈപ്പ് ഓഫ് ക്രിയേച്ചറിൽ നിന്നാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ എടുത്തിരുന്നത്. ഏൻഷ്യൻ കാലത്തുള്ള ജൈജാൻഡോപാത്തിക്കസ് എന്നൊരു ക്രിയേച്ചർ ഉണ്ടായിരുന്നു. കുരങ്ങുകളുടെ ടൈപ്പിലുള്ള ഈ ഒരു ജൈജാൻഡോപാത്തിക്കസ് എന്നത് വളരെ വലുതായിരുന്നു. പക്ഷെ സിനിമകളിൽ ഇവരെ പോർട്രേ ചെയ്യുന്നത് വളരെ ആംഗ്രിയും അങ്ങനത്തെ ചെറ്റകളായിട്ടാണ്. പക്ഷെ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിയേച്ചർ ആക്ച്വലി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അതിനെ ആരെങ്കിലും ശല്യപ്പെടുത്താനോ അതിനെ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതാരായാലും അതിനെ കൊന്ന് കൊല വിളിക്കും. അത് അത്രയ്ക്കും പവർഫുള്ളാണ്. ഈ ക്രിയേച്ചർ എന്നത് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. നമ്പർ 5, മെഗാന്യൂറ. നമ്മൾ ഇൻസെക്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് പാറ്റ, പല്ലി, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി വളരെ ചെറുതാണ്. പക്ഷേ വാട്ട് ഇഫ് ഐ ടെൽ യു, ഇവരെക്കാട്ടിയും വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു ക്രിയേച്ചർ ഉണ്ടായിരുന്നു. മെഗാന്യൂറ എന്ന് പറഞ്ഞ ഈ ഇൻസെക്റ്റ് കാണാൻ ഒരു ഡ്രാഗൺ ഫ്ലൈ പോലെ തോന്നുമെങ്കിലും ഇത് റിയലി വലുതായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ഈ ചെറിയ പാറ്റേനെ വരെ പേടിയാണ്. പക്ഷേ വാട്ട് ഇഫ് അതിന് പകരം മെഗാന്യൂറ ആയിരുന്നെങ്കിൽ? ഡൈനോസറുകളുടെ കാലത്തിന് മുമ്പേ ആണ് ഇവർ എക്സിസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നത്. എന്നാൽ ഡൈനോസറുകളുടെ കൂടെ തന്നെ ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയി. നമ്പർ 4, മോസാസോറസ്. മോസാസോറസ് എന്നത് ഡൈനോസറുകളുടെ ഒരു ഓഷ്യാനിക് വെർഷനാണ്. പക്ഷേ മോസാസോറസ് എന്നത് ഡൈനോസേഴ്സിനെ കാട്ടിയും പവർഫുൾ ആയിരുന്നു. 55 അടി നീളം വരുന്ന ഈ ക്രിയേച്ചർ ഒരു ടീറക്സിനെ ഒറ്റ കടിയിൽ തന്നെ ഇല്ലാതാക്കാൻ പറ്റും. അത്രയും പവറുണ്ട് ഇതിന്. ഇൻഫാക്ട് സിനിമകളിൽ പോലും ഇത് വളരെ ഹൊറിഫിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്തുണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്തോരം പേടിച്ചേനെ. മോസാസോറസ് എന്ന ഈ ക്രിയേച്ചർ ഡൈനോസോറസിൻ്റെ കൂടെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. നമ്പർ 3, ടൈറ്റാനോബോവ. നിങ്ങളോട് ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്നേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരുടെ മനസ്സിൽ വരുന്നത് അനാക്കോണ്ട, പൈത്തൺ, അതൊക്കെ ആയിരിക്കും. പക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കാട്ടിയും വളരെ ഹൊറിഫിക്കും വളരെയധികം നമുക്ക് കണ്ടാൽ തന്നെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്നേക്ക് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ടൈറ്റാനോബോവ. ഇന്നത്തെ ഒരു നോർമൽ അനാക്കോണ്ടയുടെ മാക്സിമം ഹൈറ്റ് എന്നത് 20 feet ആണ്. എന്നാൽ ഈ അനാക്കോണ്ടയുടെ ഹൈറ്റ് എന്നത് ഏകദേശം 50 feet ആണ്. അതായത് മനുഷ്യനെക്കാട്ടിയും വളരെ വളരെ വലുതായിട്ടുള്ള ക്രിയേച്ചേഴ്സിനെ ഇതിന് തിന്നാൻ പറ്റും. തിന്നാനല്ല, വിഴുങ്ങാൻ പറ്റും. സയൻറ്റിസ്റ്റുകൾ വരെ പറയുന്നത് ഇത് നോർമലായിട്ട് തിന്നിരുന്നത് ക്രോക്കോഡൈൽസ്, മറ്റ് പാമ്പുകൾ ആൻഡ് ലിറ്ററലി ഡൈനോസോഴ്സിനെ വരെ. അതായത് ഡൈനോസോറിനെ തിന്നുന്ന പാമ്പ്, എന്തു പവറായിരിക്കും അതിന്. ഈ ക്രിയേച്ചർ എന്നത് ഇന്ന് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ക്ലൈമാറ്റിക് ഇഷ്യൂസ് കാരണം ഇതും എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. നമ്പർ 2, മെഗാലോഡോൺ. ഇന്ന് സമുദ്രത്തിലെ ഏറ്റവും പവർഫുൾ സംഭവങ്ങളിൽ ഒന്നാണ് ഷാർക്കുകൾ, എസ്പെഷ്യലി ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇതിനെ പറയപ്പെടുന്നത് ദ കിങ് ഓഫ് സീ എന്നൊക്കെയാണ്. അത്രയ്ക്കും ഹൊറിഫിക് രീതിയിലാണ് ഇത് അതിൻ്റെ പ്രേയിനെ തിന്നുന്നത്. പക്ഷേ വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ഇതിൻ്റെ ആൻസെസ്റ്റർ, അതായത് വർഷക്കണക്കിന്, അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷാർക്ക് ഉണ്ടായിരുന്നു. നോർമൽ ഷാർക്കല്ല, ഇൻഫാക്ട് മോസാസോറസിനെ കാട്ടിയും വലുതായിട്ടുള്ള ഒരു ഷാർക്ക്, ദ മെഗാലോഡോൺ. ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് തന്നെ ഓൾറെഡി ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ അതിൻ്റെ തന്തയായിട്ടാണ് മെഗാലോഡോൺ വരുന്നത്. ഇന്നത്തെ ഒരു വലിയ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിൻ്റെ 3 ഇരട്ടീനെക്കാട്ടിയും വലിയ സൈസായിരുന്നു മെഗാലോഡോൺ. കുറേ സിനിമകളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലിറ്ററലി മോസാസോറസിനെ കാട്ടിയും പവർഫുള്ളും വളരെ വലുതായിരുന്നു മെഗാലോഡോൺ. ഒരു സയൻറ്റിഫിക് സ്റ്റഡിയിൽ മനസ്സിലാക്കിയത് മോസാസോറസും ഈ മെഗാലോഡോണെ വെച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ മോസാസോറസിനെ കഷണങ്ങളാക്കി മാറ്റാനുള്ള ശക്തി ഉണ്ടായിരുന്നു മെഗലഡോണിന്. നമ്പർ 1, ടൈറാനസോറസ് റെക്സ്. ടീറെക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്രിയേച്ചർ ഹിസ്റ്ററിയിൽ തന്നെ വളരെ വളരെ ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ കാട്ടിയും 3 times പവർഫുൾ ആയിട്ടുള്ള ബൈറ്റ് ഫോഴ്സ് ഇതിനുണ്ട്. ഇതിനെ കാണാൻ തന്നെ നമുക്കറിയാം, സിനിമയിലൊക്കെ കാണുമ്പോൾ ഇത് സ്ക്രീൻ പൊളിച്ച് നമ്മളടുത്ത് വരുന്ന പോലെ തോന്നും. അത്രയ്ക്ക് ഇമ്പാക്റ്റും അത്രയും ഹൊറിഫിക് ആയിരുന്നു ഈ ഒരു ക്രിയേച്ചർ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ ക്രിയേച്ചേഴ്സ്. പക്ഷേ നിങ്ങൾ ഡൈനോസോഴ്സ് എങ്ങനെയാണ് ഇല്ലാതായി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഞെക്കി കാണും.